സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി 9-ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂൺ 9-ന് ട്രോളിംഗ് നിരോധനമാണ്. ജൂൺ 9-ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനമാണ്. അപ്പം നമ്മുടെ ചെറുവള്ളങ്ങളൊന്നും പോകില്ല, ഒക്കെ കയറ്റി വെക്കും. അപ്പോൾ പിന്നെ അത്ര ദിവസങ്ങൾ നമ്മൾ പട്ടിണിയിലാണ്. കടലോര മേഖലയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം പട്ടിണിയിലാണ്. അപ്പോൾ നമ്മൾക്ക് ബാങ്ക് ലോണ് അങ്ങനെ ഒരുപാട് കടമെടുത്ത ആൾക്കാർ പാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടക്കാൻ പറ്റാത്തൊരവസ്ഥ. ബാങ്കിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ഈ കടലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മളെല്ലാം ചിന്തിച്ചിട്ട് കഴിയേണ്ടത്. അപ്പോൾ ആ അവസ്ഥയിൽ വരുമ്പോൾ സർക്കാർ നമ്മളോട് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കണം. ബാങ്കിലുള്ള അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഡ്യൂ ഡേറ്റ് തരണം. കുറച്ച് നീട്ടിയിട്ടുള്ള മാസം, ഒരു 3 മാസമൊക്കെ നീട്ടിയിട്ടുള്ള തരണം എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ എല്ലാവരുടെയും. കൂടാതെ മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ 1000 കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.